വെള്ളമില്ല. മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ കൃഷി ഉണക്കുഭീഷണിയിൽ. മറ്റത്തൂർ കൃഷിഭവൻ പരിധിയിലുള്ള 17 പാടശേഖരങ്ങളിൽ മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ഇറക്കുന്ന ഏക പാടശേഖരമാണ് മാങ്കുറ്റിപ്പാടം പാടശേഖരം. ഈ പാടശേഖരത്തിന് തൊട്ടടുത്തുകൂടി വെള്ളിക്കുളം വലിയ തോട് ഒഴുകുന്നുണ്ടെങ്കിലും തോട്ടിലെ വെള്ളം പാടശേഖരത്തിലേക്ക് എത്തിക്കാൻ സംവിധാനമില്ല. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ നിന്ന് കല്ലംകുഴി തോട് വഴി എത്തുന്ന വെള്ളമാണ് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. 10 ദിവസത്തിലേറെയായി കല്ലംകുഴി തോട് വറ്റിയാൽ ഇവിടെ ജലസേചനം പ്രതിസന്ധിയിലാകും. മറ്റത്തൂർ കനാൽ വഴി വെള്ളം എത്താതായിട്ട് 10 ദിവസത്തിലേറെ ആയതിനാൽ കല്ലംകുഴി തോട് വറ്റിവരണ്ട് കിടക്കുകയാണ്. ജലസേചനം നിലച്ചതോടെ പാടം വരണ്ട് നെൽച്ചെടികൾ ഉണക്കു ഭീഷണിയിലാണ്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര മെയിൻ കനാൽ വഴി മറ്റത്തൂർ ബ്രാഞ്ച് കനാലിലേക്ക് എത്രയും വേഗം വെള്ളം എത്തിച്ചാലേ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തെ നെൽകൃഷിയെ ഉണക്കു ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാകൂ എന്ന് പാടശേഖര സമിതി സെക്രട്ടറി ശിവരാമൻ പോതിയിൽ പറഞ്ഞു. ഇങ്ങനെ വരികയാണെങ്കിൽ നെൽകൃഷിയൊക്കെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. കൃത്യമായി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഈ നെൽകൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ 20 ദിവസം കൂടുമ്പോൾ വന്നാൽ കാര്യമില്ല. 10-15 ദിവസത്തിനുള്ളിൽ വെള്ളം വരണം. ഇത് മാങ്കുറ്റിപ്പാടം പാടശേഖരം ഏകദേശം 18 ഹെക്ടർ സ്ഥലം, 47 ഏക്കറോളം സ്ഥലം ഇപ്പോൾ പണിയുന്നുണ്ട്. ആ സ്ഥലത്താണ് ഇതേമാതിരിയുള്ള ബുദ്ധിമുട്ട്. ഞങ്ങളുടെ പാടത്തില് 20 ദിവസം കൂടുമ്പോഴാണ് കനാൽ കമ്മിറ്റി, ഞാനടക്കം പോയാറുന്നതാണ് ചാലക്കുടിയിൽ. അപ്പോൾ 20 ദിവസം കൂടുമ്പോഴാണ് കനാലിൽ വെള്ളം വിടുക എന്നാണ് അന്നത്തെ കമ്മിറ്റി തീരുമാനം. ഇപ്പോൾ 20 ദിവസം കൂടുമ്പോൾ ഇടുമ്പോൾ തന്നെ ഞങ്ങൾ നെൽകൃഷി സംബന്ധിച്ചിടത്തോളം മാങ്കുറ്റിപ്പാടം പാടശേഖരം കനാൽ വെള്ളം കൊണ്ട്, മറ്റത്തൂർ ബ്രാഞ്ച് കനാൽ വെള്ളം കൊണ്ട് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. വലിയ തോട്ടിൽ നിന്ന് വെള്ളം തിരിച്ചിട്ടല്ല മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ നെൽകൃഷി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പൊട്ടല് വന്ന് കൊരിക്കൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് വെള്ളം ഇല്ലാണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 ദിവസമെങ്കിലും ആയി കഴിഞ്ഞു വെള്ളം വറ്റിയിട്ട്. കനാലിൽ വെള്ളം വന്നാൽ 10 ദിവസം വെള്ളം ഉണ്ടാവും, ബാക്കി 10 ദിവസം വെള്ളമില്ല. ഇപ്പോൾ കട്ട വീണ്ട് വരണ്ട് ആകെ നെല്ല് മോശമായി. ഇനി ഇപ്പൊ ഞങ്ങളെ ആക്സിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് 28-ാം തീയതി വെള്ളം വിടുന്ന. 28-ാം തീയതി വെള്ളം വിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഇത് കൊയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ടേൺ അനുസരിച്ച് 26-ാം തീയതി വെള്ളം വിടേണ്ടതാണ്. അപ്പൊ 2 ദിവസം വൈകി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം? നെൽച്ചെടികളിൽ കതിര് വന്ന സമയത്ത് ജലക്ഷാമം രൂക്ഷമായതോടെ കതിരുകൾ പതിരായി മാറാനും വിളവ് തീരെ കുറഞ്ഞു പോകാനും ഇടവരുമെന്നാണ് കർഷകർ പറയുന്നത്. ദിവസങ്ങളോളം വെള്ളമില്ലാതിരുന്നത് കണ്ടങ്ങളിൽ വൻതോതിൽ കളകൾ മുളച്ചു പൊന്താനും കാരണമായിട്ടുണ്ട്. കനാൽ വഴി വെള്ളം എത്തിച്ച് മാങ്കുറ്റിപ്പാടത്തെ മുണ്ടകൻ കൃഷിയെ ഉണക്കു ഭീഷണിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു.